ഹായ് എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ടേസ്റ്റിയും പിന്നെ നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു പേര് കൊടുത്തിരിക്കുന്നത് റെയിൻബോ ചിക്കൻ എന്നാണ്. ഒത്തിരി കളേഴ്സൊക്കെ ആയിട്ട് യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനെ എല്ലാം കളർഫുള്ളായിട്ട്, അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി. കുറച്ച് അല്പം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം. അത് കുറച്ച് നേരം വയ്ക്കണം, ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്ത് വെച്ച് മാറ്റി വയ്ക്കാം. അതിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിടണം. അപ്പം ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നു. ക്യാപ്സിക്കം 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ്, സവാളയൊക്കെ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ക്യാപ്സിക്കം അതെ ഈ ഷേപ്പിൽ. അപ്പോൾ ഇത്രയും കളറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഭംഗി തന്നെയല്ല, ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഇത്രയും ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പം ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സവാള മാത്രമായാലും മതി, നമുക്ക് ഇതുണ്ടാക്കാം. ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക, പിന്നെ നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുക. അല്പം വെള്ളം പോലും ചേർക്കണ്ട, കാരണം ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ വെന്തോളും. ഇടയ്ക്ക് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് അത് കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റി ഇത് വെന്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു ഫ്രൈ പോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതങ്ങനെ ചെയ്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്ത പോലെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെയ്യുന്നത്, നമ്മൾ സ്റ്റൗവിൽ തന്നെ ഫോർക്കിലോ അല്ലെങ്കിൽ സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോർത്തിട്ട് നമ്മൾ സ്റ്റൗവിലൊന്ന് കാണിച്ച് അതൊന്ന് ഗ്രില്ല് ചെയ്ത പോലെ ആക്കിയെടുക്കുകയാണ്. ഇതും കൂടി ചെയ്താൽ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ ഓവനിൽ ചെയ്യാമെന്നാണെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്താലും മതി. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് ഓവനിൽ ചെയ്യണമെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തീ കാണിച്ച് എടുക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം.
അതിനുശേഷം നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ക്യാപ്സിക്കം ഇട്ടൊന്ന് വഴട്ടണം. ആദ്യം തന്നെ ക്യാപ്സിക്കം ഇടാം. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടാ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം ഇതിലേക്ക്, എന്നിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും വഴണ്ട് പോകരുത്, നന്നായിട്ടൊന്നും വഴണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കണം. സോസ് ചില്ലി സോസ്, പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർക്കണം. നേരത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ ചെറുതായിട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് അതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ റെയിൻബോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസിയാണ്, പിന്നെ വളരെ ടേസ്റ്റിയാണ്. ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും.
നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കോർത്തൊക്കെ എടുത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, നല്ല കളർഫുള്ളാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.